സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് ഇതുവരെ ഒരു 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 പൈസ പോലും നഷ്ടപരിഹാരമായിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മാന്യത വെച്ച് അത് ചോദിച്ചിട്ടില്ല. കാരണം മകൻ്റെ ജീവന് വിലയിടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ എങ്കിലും ഭരണകൂടം അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതല്ലേ? അങ്ങനെ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നോ? ഇല്ല, ഇതുവരെയ്ക്കും നമ്മളങ്ങനെ ആവശ്യപ്പെട്ടിട്ടുമില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. അവർ ഭരണകൂടം ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അവർ എന്താവശ്യത്തിനോട് കൊണ്ടുവരും, അല്ലെങ്കിൽ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് കാരണത്തിൽ അവർ എൻ്റെ അടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്നോട് ചോദിക്കും? അതിനെക്കുറിച്ച് ഇതുവരെയ്ക്കും അത് പോട്ടെ, അത് നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം പോട്ടെ. ഇതുവരെയ്ക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ ഒരു 3-4 ദിവസം മാത്രമാണല്ലോ ഈ ഭരണത്തിൻ്റെ ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ, ഈ ഭരിക്കുന്ന ആരാണെങ്കിലും. അതിനുശേഷം എത്രയോ ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. എത്രയോ മതത്തിൽപ്പെട്ടവർ, എത്രയോ രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയം നോക്കാതെ, രാഷ്ട്രീയ കണ്ണില്ലാതെ ചോദില്ല, എത്രയോ ആൾക്കാർ ഇന്നലെയും എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഈ ഒരു വർഗം മാത്രം എൻ്റെ വീട്ടിൽ ഇതുവരെയ്ക്കും വന്നിട്ടില്ലല്ലോ. എൻ്റെ വീട്ടിൽ ആ ഒരു ആദ്യത്തെ 2-3 ദിവസമല്ലേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഒന്നും വേണ്ട, എന്നെ കാണണ്ട, എന്നെ സമാധാനിപ്പിക്കണ്ട. അവൻ്റെ അമ്മയെ ഒന്ന് കാണാമല്ലോ. അവൻ്റെ അമ്മയെ ഒന്ന് കണ്ടിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ആശ്വാസമാണ്. ഒന്ന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിക്കുക. അല്ല, എപ്പോഴും കിടക്കുന്ന ഒരു സ്ത്രീയാണ്, ഏത് സമയവും കിടക്കണം. അപ്പോൾ ആ കിടക്കുന്നതിന് മുമ്പ് വന്നിട്ട് ഒരു മണിക്കൂർ, അരമണിക്കൂർ സംസാരിച്ചുകൊണ്ടെങ്കിൽ മാത്രമേ റിലാക്സ് ആവും ആരെങ്കിലും വന്ന് സംസാരിക്കുന്നത്. അതാണ് ഞാനും ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അത്രയും സമയം അവൻ്റെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിന് പോലും തയ്യാറാവാത്ത ഇവരെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഈ കാര്യമൊന്നും കൊണ്ട് ഇവർ വരികയോ ഞാൻ പോണതോ അത് ശരിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെയും കൂടെ അവർ കൊന്ന് അതിനകത്തിടും, എനിക്കറിയാം, ഏത് കാര്യത്തിന് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആ ഏരിയയിലോട്ട് പോലും പോകാതെ എനിക്ക് എങ്ങനെയായാലും ജീവിക്കണം. കാര്യം എന്നാൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നവരെ എൻ്റെ ജീവൻ കിടക്കണം. അത് കഴിഞ്ഞ് എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഇവനെ കൊന്നവന്മാരെ തൂക്കുകയറ് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു വിധി തൂക്കുകയറുന്നെങ്കിലും ഒരു കേൾക്കണം. അത് കേൾക്കുന്നവരെ എനിക്ക് ജീവിച്ചിരിക്കണം. അത് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, അതൊന്ന് കേൾക്കണം. അവൻ്റെ അമ്മയ്ക്ക് ആ ഒരു വാക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അല്ലാതെ യവന്മാരെ ഈ പറയുമ്പോൾ നഷ്ടപരിഹാരമോ കാര്യമുണ്ട് യവന്മാരെ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് എൻ്റെ ശവം വെളിയിൽ കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ കേസിലോട്ടേ പോകുന്നില്ല. എനിക്ക് അവന്മാരെ ഒന്നും വേണ്ട ഈ ഒരു വർഗത്തിൻ്റെ. തിരിച്ച് വിദേശത്തേക്ക് പോകുന്നുണ്ടോ? തിരിച്ച് എനിക്ക് പോയേ പറ്റുള്ളൂ. കാര്യം പറഞ്ഞാൽ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ, വേറെ വരുമാനമില്ല. ഇതെനിക്ക് എൻ്റെ ഈ ജോലി മാത്രമേ ഉള്ളൂ. വർഷങ്ങളോളം ഞാൻ അവിടെയായിരുന്നു. ഇപ്പോൾ ഒരു വീട് വെച്ചെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സമ്പാദ്യവും അത്യാവശ്യം ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ സമ്പാദ്യം കൊണ്ടിട്ടില്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. പക്ഷേ ഉടനെ പോകാനും പറ്റില്ല. ഈ കേസിന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നടക്കുന്നിടത്തോളം കാലം അതൊരു നല്ല രീതിയിൽ ട്രാക്കിലായി പോകുമ്പോൾ മാത്രമേ എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് 3 അന്വേഷണ കമ്മീഷനോട് ചോദിച്ച് അവരോട് പെർമിഷനൊക്കെ വാങ്ങി പോകണം എനിക്ക്. അല്ല, ഇവിടെ നിന്നിട്ട് നമുക്ക് വേറെ വരുമാന മാർഗമായിട്ടൊന്നും വേറെ ഇല്ല. ജോലി നമുക്ക് വിദേശമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു സെറ്റിലാവാനുള്ള ഒരു സാമ്പത്തിക സ്റ്റേജൊന്നും അല്ലേ. എന്തായാലും സിദ്ധാർത്ഥന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. തീർച്ചയായും എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് പോരാടുന്നത്. ഞാനും എൻ്റെ കുടുംബവും. ഞാൻ മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ അവൻ്റെ സിദ്ധാർത്ഥൻ്റെ അമ്മാവനുണ്ട്, ഷിബു എന്നവൻ്റെ പേര്. എന്നെക്കാട്ടി കൂടുതൽ എഫർട്ട് എടുത്തവനാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അത് അത്രയ്ക്ക് എഫർട്ട് ഇതുകൊണ്ട് ഈ കേസ് ഇതുവരേക്കും എത്തിച്ചത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞാലേ അവരുടെ മനസ്സും ഡൗൺ ആയി പോകും. ഞാൻ ഓരോ ദിവസവും രാവിലെ കഴിച്ചിട്ട് കൂടുതൽ ഊർജ്ജമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അവർക്കും കൂടെ ഇത് കൊടുത്തിട്ട് അതുകൊണ്ട് നീതി ലഭിക്കും എന്നുള്ള കാര്യം എനിക്ക് യാതൊരു സംശയമില്ല. നീതി ലഭിക്കുന്നത് വരെ ഞാൻ പോരാടും. ഞാനും എൻ്റെ കുടുംബവും പോരാടും. എന്തായാലും ആ പോരാട്ടത്തിൽ ഞങ്ങളും ഉണ്ട്. ഒപ്പം എനിക്ക് അത് മതി. അത് അങ്ങനെ നിങ്ങളുടെ പോലുള്ള എല്ലാവരുടെ ഒരു പറയുന്നൊരു സപ്പോർട്ട്, ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ മുമ്പ് നിന്ന് പെരുതാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ധൈര്യമാണ്. ആരെങ്കിലും ഒരാൾ നമ്മൾ പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ നീ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലടാ, അത് കാര്യമില്ല, അത് അമ്മ അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ 2-3 നെഗറ്റീവ് വാക്ക് കേട്ട് കഴിഞ്ഞാൽ ചിലവരങ്ങ് തളർന്നു. പക്ഷെ ഞാൻ ഒരുപാട് നെഗറ്റീവ് വാക്ക് കേട്ടിട്ടുണ്ട് ഇതുവരെയ്ക്കും. പക്ഷെ ഞാനങ്ങനെ പോകില്ല, ബാക്കിലോട്ട് പോകില്ല. എനിക്ക് നിങ്ങൾ പറയുമ്പോൾ ഇതുപോലുള്ള കുറേ നല്ല ആൾക്കാരുണ്ട്. ഏതുവരെ നിങ്ങൾ പോരാടും, നമ്മൾ പുറകിലുണ്ടെന്ന് പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മളെ ഊർജ്ജം. തീർച്ചയായിട്ടും.